രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രൂക്ഷ വിമർശനവുമായി വനിതാ നേതാവ് രംഗത്ത് വന്നു. രാഹുലിനെതിരെ പെണ്ണുപിടിയൻ എന്ന ആരോപണം നിരന്തരം ഉണ്ടാകുന്നു. ആരോപണം സംഘടനയിൽ ചർച്ച ചെയ്യണമെന്നും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ മാറി നിൽക്കണമെന്നും വനിതാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് തന്നെയാണ്. രമേശ് ചെന്നിത്തലയെ പോലെ സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ഇപ്പോൾ വിദേശത്താണ്, ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ നടപടി വേണം. അതായത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടപടി ഉണ്ടാകണം. നടപടി ഒരു കയ്യബദ്ധം ഉണ്ടായില്ലെങ്കിൽ അത് പാർട്ടിയെ ദോഷമായി ഭവിക്കും. പാർട്ടിക്ക് അത് ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാജി എഴുതി വാങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ പുറത്താക്കുക. ഏതെങ്കിലും ഒരു നടപടി അതിവേഗത്തിൽ വേണം. അത്രമാത്രം ഒരുപക്ഷെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു. എന്നിട്ടും പരിഹാരം ഉണ്ടായില്ല. അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി. അപ്പോഴത്തെ ഒരു മാധ്യമക്കാരൻ ചോദിക്കുകയാണ്, അത് രാഹുൽ മാങ്കൂട്ടമാണോ? നോ കമന്റ്സ് എന്നാണ് അവളുടെ ഉത്തരം. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി ടിവികളിലൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരോട് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം. കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അല്പം കൂടി വെള്ളം. നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം. നിയമപരമായിട്ട് പോകണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെങ്കിൽ നിങ്ങളുടെ പേര് വലിച്ചിഴച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങൾ കൃത്യമായിട്ടത് ലീഗലി മൂവ് ചെയ്യണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. തൽക്കാലം പ്രതികരിക്കേണ്ട എന്ന KPCC നേതൃത്വത്തിന്റെ നിലപാട് അതങ്ങനെ തുടർന്നു പോകാൻ സാധിക്കുകയില്ലല്ലോ. ബിജു, അങ്ങനെയാണ്. അതായത് ഹ്യൂ കെയർസ് എന്നുള്ളതല്ല, ചിലരൊക്കെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവ്. എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ, കുറച്ച്. ചിലരൊക്കെ ഈ വിഷയം ഗൗരവമായി എടുക്കുന്നു എന്നുള്ളതിൻ്റെതാണ് അവരുടെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം. അതൊരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. അതായത് പെണ്ണുപിടിയൻ എന്ന ഒരു വാക്ക് പലപ്പോഴായി കേൾക്കുന്നു. നിങ്ങൾ അതല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ആർജവം കാണിക്കണം. അതിന് പരാതിയുമായി പോകണം. അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കെതിരെ പരാതി ഉന്നയിക്കണമെന്ന് വളരെ ഒരു ന്യായമായും ഒരുപക്ഷെ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ ആ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു വനിതാ നേതാവിന്റെ പ്രതികരണമാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? പക്ഷെ ഇതിനെല്ലാം തന്നെ മറുപടി വരേണ്ടത് ആ നേതാവിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ആ നേതാവിന്റെയും ആ നേതാവിന്റെ പാർട്ടിയെ നയിക്കുന്ന ചില നേതാക്കളും ആ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അയ്യോ, ഇനി അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യന് സാധ്യമല്ല. ഇനിയിപ്പോൾ ഈ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വരേണ്ടത്. ഒരു പക്ഷേ പറയാം, ഈ പറയുന്ന ആദ്യം ആരോപണം ഉന്നയിച്ച വ്യക്തി ഏത് നേതാവെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്തിനു പ്രതികരിക്കണമെന്ന് ചോദിക്കാം. പക്ഷേ രണ്ടാമതൊരു ആരോപണം വന്നിട്ടുണ്ട്, അതിൽ പേര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുവനേതാവ് പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഈ ഒരു പരാതിയുമായി ഈ പറയുന്ന നേതാവിന്റെ പാർട്ടി നേതാക്കളെ കണ്ടപ്പോൾ, മുതിർന്ന നേതാക്കളെ കണ്ടപ്പോൾ അവർ അതിനോട് സ്വീകരിച്ച സമീപനം തന്നെ നിരാശയാക്കി എന്നുള്ള കാര്യം റിനി പറയുന്നുണ്ട്. അതിനും നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.